Good evening, friends. Welcome to the Daily Analysis program. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മോസ്റ്റ്ലി ഒരു കൺസോൾട്ടേഷൻ ഡേ ആയിരുന്നു. നിഫ്റ്റിയുടെ 5 minutes ചാർട്ടാണ് ഇത്. നമുക്ക് ഫസ്റ്റ് 1 day ചാർട്ട് നോക്കാം. ദെൻ വിൽ മൂവ് ടു 5 minute ചാർട്ട്. ഓക്കെ, ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഡബ്ല്യു പാറ്റേൺ ഫോം ആയിട്ടുണ്ട്. ബട്ട് ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു ഡോജി ടൈപ്പ് ക്യാൻഡിൽ ഫോം ആകാനുള്ള ചാൻസ് കൂടുതലായിരുന്നു. അതേപോലെ തന്നെ ഒരു ഡോജി ടൈപ്പ് ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്, കൺസോൾട്ടേഷൻ ആയിരുന്നു. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറിയും കൂടെ ആയിരുന്നു. സോ വലിയൊരു വോളട്ടിലിറ്റി ഒന്നും ഇല്ലാണ്ട് അത് കഴിഞ്ഞു. ഇന്നലെ നമ്മൾ ഡിസ്കഷൻ അനുസരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഏതെങ്കിലും ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആവുകയാണെങ്കിൽ യു ക്യാൻ ടേക്ക് ദ ട്രേഡ്, അങ്ങനെയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഗ്യാപ്പ് ഓപ്പൺ ആയി കണ്ടിന്യൂസ് സെല്ലിംഗ് ഉണ്ടായിരുന്നു. ഈ ഒരു റേഞ്ചിൽ തന്നെ ഒരു 26,100 ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കായിരുന്നു. ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആയി നിങ്ങൾ അവിടെ നിന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്വേർഡ് മൂവ്മെന്റ് മാറി നല്ല പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് ട്രേഡ് പോയത്. നാളത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ 26,200 ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഒരു മുകളിലോട്ടുള്ള മൊമെന്റത്തിന് ചാൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഫോമായിട്ട് ഒരു ചെറിയൊരു കൺസോൾട്ടേഷൻ, ഒരു 2 ക്യാൻഡിൽ ഫോമായിട്ട് ഒരു റിട്രേസ് എടുത്ത് പോവുകയാണെങ്കിൽ ഒരു നല്ലൊരു മൊമെന്റം, ഒരു 300 അടുപ്പിച്ചുള്ള മൊമെന്റത്തിന് ചാൻസ് ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ ആവാം, ഇല്ലെങ്കിൽ ഒരു മൊമെന്റത്തിനുള്ള ചാൻസ് ഉണ്ട് മുകളിലോട്ട്. താഴോട്ടുള്ള ട്രേഡ് കാണുന്നില്ല, ഒരു സെൽ ഓഫ് കാണുന്നില്ല തൽക്കാലത്തേക്ക്. ബട്ട് നോക്കാം എങ്ങനെയാണ് മൂവ്മെന്റ് വരുന്നതെന്ന്. ബാങ്ക് നിഫ്റ്റി എടുക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഒരു കൺസോൾട്ടേഷൻ ആയിരിക്കും. കാരണം നിഫ്റ്റി ഓൾറെഡി ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ നിഫ്റ്റി നല്ല ഡൗൺ ആണ്. ബാങ്ക് നിഫ്റ്റിയെ ക്യാച്ചപ്പ് ചെയ്യേണ്ടി വരും. നിഫ്റ്റി അതിനനുസരിച്ചുള്ള മൂവ്മെന്റ് നടത്തും. അതുകൊണ്ടാണ് ഇന്നത്തെ ഡെയിലി ക്യാൻഡിൽ എടുത്താലും 2 days കണ്ടിന്യൂസ് കൺസോൾട്ടേഷൻ ക്യാൻഡിലായിരുന്നു. ഓൾമോസ്റ്റ് സെയിം ഏരിയ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്, കൺസൾട്ടേഷൻ ക്യാൻഡിലായിരുന്നു. ബാങ്ക് നിഫ്റ്റി ചെറിയൊരു റെസ്റ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട് മൂവ്മെന്റ് നോക്കുമ്പോൾ. നിഫ്റ്റി അതനുസരിച്ചുള്ള ഒരു 27,000 അടുപ്പിച്ചുള്ള മൂവ്മെന്റ്, അല്ലെങ്കിൽ 28,000 അടുപ്പിച്ചുള്ള മൂവ്മെന്റിനുള്ള എന്നാൽ ബാങ്ക് നിഫ്റ്റി പിന്നെ ഒരു ഫർദർ മൂവ്മെന്റിനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നിഫ്റ്റി സ്മോൾ ക്യാപ്പ് എടുക്കുകയാണെങ്കിൽ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇന്ന് ഫർദർ മൂവ് ആയിട്ടുണ്ട് 0.42%. ഒരു ഡബ്ല്യു പാറ്റേൺ ഫോം ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ ചെറിയൊരു കൺസോൾട്ടേഷൻ പ്രതീക്ഷിച്ചു, ബട്ട് നിഫ്റ്റി സ്മോൾ ക്യാപ്പ് കുറച്ചും കൂടെ മൂവ് ആയിട്ടുണ്ട്. നിഫ്റ്റി മിഡ് ക്യാപ്പ് ആണെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ഫോം ആയിട്ടുണ്ട്. ഈ ഒരു സെയിം ക്യാൻഡിലാണ് ഞാൻ നിഫ്റ്റി സ്മോൾ ക്യാപ്പിൽ എക്സ്പെക്ട് ചെയ്തത്. ബട്ട് നിഫ്റ്റി സ്മോൾ ക്യാപ്പ് കുറച്ചും കൂടെ ഒന്ന് പോസിറ്റീവ് ആയിരുന്നു. ഓക്കെ, കാരണം നിഫ്റ്റി സ്മോൾ ക്യാപ്പ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ താഴെ ഓൾ ടൈം ഹൈ നല്ല ഡൗൺ ആണ് നിഫ്റ്റി സ്മോൾ ക്യാപ്പ്. ഓക്കെ, ഒരു 18,100 എന്നൊക്കെ ഒത്തിരി ഡൗൺ ആണ് നിഫ്റ്റി സ്മോൾ ക്യാപ്പ്. നമുക്ക് നോക്കാം. ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് നമ്മൾ ഇന്നലത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ബുള്ളിഷ് ട്രേഡ് കാണുന്നുണ്ട്. അത് ഓൾറെഡി ക്ലോസ് ചെയ്ത ബുള്ളിഷ് ട്രേഡ് പോയി 4,500 അടുപ്പിച്ചെന്ന് അവിടെ നിന്ന് ഒരു സെൽ ഓഫ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു മോസ്റ്റ് ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ സ്ട്രൈറ്റ് പുൾ ബാക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. സിൽവർ എടുക്കുകയാണെങ്കിൽ സിൽവർ പിന്നെ കണ്ടിന്യൂസ് മൊമെന്റത്തിന് തന്നെയാണ് ചാൻസ്. കണ്ടിന്യൂസ് മൊമെന്റം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു $70 70.8 വരെ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അവിടെ നിന്നൊരു ചെറിയ സ്മോൾ ഒരു സെൽ ഓഫ്, അത്രയേ ഉള്ളൂ. നമ്മൾ സ്റ്റോക്കിനെ കുറിച്ച് നമുക്ക് വീക്ക്ലി അനാലിസിസ് സംസാരിക്കാം. ഓക്കെ, ദെൻ ഫർദർ മൂവിങ് ടു നമുക്ക് ഡെയിലി നമുക്ക് ഹീറ്റ് മാപ്പ് ഇൻഡെക്സ് നോക്കാം. ഹീറ്റ് മാപ്പ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് 50യും മിഡ് ക്യാപ്പ് സെലക്ട് മാത്രമേ ഡൗൺ ആയിരുന്നു. ബാക്കിയുള്ള എല്ലാ ഇൻഡെക്സും പോസിറ്റീവ് ആയിരുന്നു, സ്ലൈറ്റ്ലി പോസിറ്റീവ് ആയിരുന്നു. നിഫ്റ്റി 0.02% പോസിറ്റീവ് ആയിരുന്നു. കോൾ ഇന്ത്യ 3.73 അപ്പായിരുന്നു. ശ്രീറാം ഫിനാൻസ് ഇന്നും നല്ലൊരു മൂവ്മെന്റ് നടത്തിയിട്ടുണ്ട്, 2.42 ഇന്നും അപ്പായിരുന്നു. അദാനി പോർട്സ് ഡൗൺ ആയിരുന്നു 1.05. ഭാരതി എയർടെൽ 1.15 ഡൗൺ ആയിരുന്നു. ഇൻഫോസിസ് 1.4 ഡൗൺ ആയിരുന്നു. നിഫ്റ്റി നെക്സ്റ്റ് 50 നോക്കുകയാണെങ്കിൽ ചോള ഫിനാൻസ് 5.90 അപ്പായിരുന്നു. IRFC 4.18, PFC 3.49 അപ്പായിരുന്നു. വരുൺ ബിവറേജസ് 1.19 ഡൗൺ ആയിരുന്നു. അഡിയൻസോൾ 1.28 ഡൗൺ ആയിരുന്നു. മാസ്ഡോക്ക് ഇന്നലെ നല്ലൊരു മൂവ്മെന്റ് നടത്തിയ സ്റ്റോക്കാണ് മാസ്ഡോക്ക്, ഇന്ന് 1.41 ഡൗൺ ആയിരുന്നു. നമുക്ക് സ്മോൾ ക്യാപ്പ് നോക്കുന്നതിന് മുന്നേ മിഡ് ക്യാപ്പ് നോക്കാം. മിഡ് ക്യാപ്പിൽ NLC ഇന്ത്യ 4.53 അപ്പായിരുന്നു. സുന്ദരം ഫിനാൻസ് 4.05 അപ്പായിരുന്നു. NMDCയും 3.86. ഫൈനാൻഷ്യൽ സ്റ്റോക്സ് എല്ലാം ഇന്ന് അപ്പായിരുന്നു. M&M ഫിനാൻസ് ഡൗൺ ആയിരുന്നു. ഫിനാൻഷ്യൽ സ്റ്റോക്കായാലും M&M ഫിനാൻസ് ഡൗൺ ആയിരുന്നു 2.40. ഷാഫ്ലർ 3.1 ഡൗൺ ആയിരുന്നു. കൊഫോർജ്
4.85 ഡൗൺ ആയിരുന്നു. സ്മോൾ ക്യാപ് 250 നോക്കുകയാണെങ്കിൽ JWL 7.91 അപ്പായിരുന്നു. ഇർക്കോൺ 7.65, IFSC 7.18 ഇതൊക്കെ അപ്പായിരുന്നു. AGS OPEC 3.13 ഡൗൺ ആയിരുന്നു. ലേറ്റൻ വ്യൂ 3.35, ചെന്നൈ പെട്രോളിയം 3.67 ഇതെല്ലാം ഡൗൺ ആയ സ്റ്റോക്സ് ആയിരുന്നു. സോ നമ്മൾ മെയിൻ ഇന്നത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പം ലാസ്റ്റ് ബഡ്ജറ്റ് തൊട്ട് ഗവൺമെൻറ് കാപ്പെക്സ് പ്രൈവറ്റ് സെക്ടർ പ്രൈവറ്റ് ഇൻഡസ്ട്രീസിൽ നിന്ന് വരണമെന്നുള്ള ഒരു എയിമോട് കൂടിയാണ് കൺസപ്ഷൻ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു ബഡ്ജറ്റ് ആയിരുന്നു ലാസ്റ്റ് 2025. സോ അത് നോക്കുമ്പോൾ ഈ വർഷത്തെ പ്രൈവറ്റ് സെക്ടർ കാപ്പെക്സ് ഓൾമോസ്റ്റ് 14 lakhs crore എക്സ്പെക്ടേഷൻസ് ആണ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് ഇയർ 2025 വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഡബിൾ ആണ്. 2025 7 lakh crores മാത്രമേ കാപ്പെക്സ് പ്രൈവറ്റ് കമ്പനീസിന് ഉണ്ടായിട്ടുള്ളൂ. സോ ഒരു ഓൾമോസ്റ്റ് ഡബിൾ ആണ്. സോ അത് നമ്മുടെ കൺസപ്ഷൻ ബൂസ്റ്റ് ചെയ്യാനും നമുക്കൊരു മാർക്കറ്റിനുള്ള ഫോർവേഡ് ഡയറക്ഷനും ഗവൺമെന്റിന്റെ എയിമും അത് തന്നെയാണ്. കാപ്പെക്സ് ഇൻസ്റ്റന്റ് ഓഫ് ഫ്രം ഗവൺമെന്റ് കമ്പനീസ് നമുക്ക് പ്രൈവറ്റ് കമ്പനീസ് വരണമെന്നുള്ളൊരു എയിമാണ് ഗവൺമെന്റ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട്. ഫർദർ ആയിട്ടുള്ള വേറെ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഒന്നും ഇല്ല. സോ എനിവേ നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.